ശബരിമല അയ്യപ്പ സേവാ സമാജം ദേശീയ പൊതുസഭ ഈ മാസം 21 മുതൽ 23 വരെ എറണാകുളത്ത് നടക്കും. എറണാകുളം ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പൊതുസഭ RSS മുൻ സർകാര്യവാഹ് മൻമോഹൻ വൈദ്യ ഉദ്ഘാടനം ചെയ്യും. ശബരിമല ക്ഷേത്രത്തോടും തീർത്ഥാടകരോടും സർക്കാരിന് കടുത്ത അവഗണനയാണ് എന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജം വർക്കിംഗ് ചെയർമാൻ SJR കുമാർ കുറ്റപ്പെടുത്തി. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അയ്യപ്പ സമാജം പൊതുസഭയിൽ പ്രധാന ചർച്ചാ വിഷയമാകും. ഈ മാസം 21 മുതൽ 23 വരെയാണ് സമ്മേളനം. 22-ന് രാവിലെ 11-ന് RSS മുൻ സർകാര്യവാഹ് മൻമോഹൻ വൈദ്യ ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 500ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ഭാവി പ്രവർത്തനങ്ങൾ പൊതുസഭയിൽ രൂപപ്പെടുത്തുമെന്നും ശബരിമല അയ്യപ്പ സേവാ സമാജം വർക്കിംഗ് ചെയർമാൻ SJR കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ 22-ാം തീയതി രാവിലെ 11 മണിക്കാണ് ഉദ്ഘാടന സഭ. ആ 11 മണിക്ക് എല്ലാവരും എത്തിച്ചേരണം. ആ ഉദ്ഘാടന സഭയിൽ നമ്മുടെ ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിസ് PN രവീന്ദ്രൻ സാറായിരിക്കും അധ്യക്ഷൻ. കൂടാതെ സംഘത്തിൻ്റെ കേന്ദ്രീയ അധികാരിയുണ്ട്, മൻമോഹൻ വൈദ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മുൻ സർക്കാരുമായിരുന്നു. അദ്ദേഹമാണ് പ്രധാന ഉദ്ഘാടനം നടത്തുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് ദിശാബോധം നൽകുന്ന തരത്തിലേക്കായിരിക്കും ഉദ്ഘാടന സഭ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ 22-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സഭയിൽ എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നു. അതിന് ഉദ്ഘാടന സഭയ്ക്ക് ശേഷം നടക്കുന്ന സൽക്കാരങ്ങളിലും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ശബരിമല തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും വൻ പരാജയമാണെന്ന് SJR കുമാർ കുറ്റപ്പെടുത്തി. ശബരിമല അയ്യപ്പ സേവാ സമാജത്തെ അടക്കം സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. സേവന സന്നദ്ധരായ അയ്യപ്പ ഭക്ത സംഘടനകളെ എന്തിന് ശബരിമലയിൽ വിലക്കുന്നുവെന്ന ചോദ്യം പ്രസക്തമാണ്. ആഗോള തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്നതിൽ നിന്നും അതല്ലെങ്കിൽ അവിടെ എത്തുന്ന തീർത്ഥാടകരെ വേണ്ട തരത്തിൽ പരിഗണിക്കുന്നതിനോ അതല്ലെങ്കിൽ അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. പരിപാടിയുടെ വിജയത്തിനായി സ്വാമി ചിദാനന്ദപുരി മുഖ്യ രക്ഷാധികാരിയായി സ്വാഗത സംഘം രൂപീകരിച്ചു. ജനറൽ കൺവീനർ KC നരേന്ദ്രൻ, അഡ്വക്കേറ്റ് ജയൻ ചെറുവള്ളിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, കൊച്ചി.